ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വൈൽഡ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. നെല്ലിയാമ്പതിയിലെ ചില്ലിക്കൊമ്പനും മലമുഴക്കി വേഴാമ്പലും മലയണ്ണാനും കാട്ടുപോത്തുകളും കരിങ്കുരങ്ങും പിന്നെ കുറേ പക്ഷികളും അതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിലും ആരെയും ശല്യപ്പെടുത്താതെ തൻ്റെ പതിവ് നടത്തവും കുസൃതികളുമായി ചില്ലിക്കൊമ്പൻ എത്തിയിട്ടുണ്ട്. കുറച്ചു നാളായി അവനിവിടെ തുടരുന്നു. ഇവിടുത്തെ ചക്ക പഴുക്കുന്ന കാലമായാൽ ചില്ലിക്കൊമ്പൻ നെല്ലിയാമ്പതിയിൽ കുറച്ചു കാലം ഉണ്ടാവും. പച്ച വിരിച്ച ചായത്തോട്ടത്തിനിടയിലൂടെ മന്ദം മന്ദം നടന്നു പോകുന്ന കൊമ്പൻ അതിമനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. വെയിൽ മൂത്ത് ചൂട് കൂടുമ്പോൾ കാട്ടിലേക്ക് കയറിപ്പോകുന്ന കൊമ്പൻ വെയിൽ മാഞ്ഞാൽ പിന്നെ ആളുകൾ താമസിക്കുന്ന പാടിയുടെ ഇടവഴികളിലൂടെ ചായത്തോട്ടത്തിലൂടെയും ഒക്കെ നടത്താൻ തുടങ്ങും. ആന അതിൻ്റെ ശരീരത്തിൽ മണ്ണ് വാരിടുന്നത് കണ്ട, അത് കേവലം വിനോദത്തിന് വേണ്ടി ചെയ്യുന്നതല്ലടാ, അതിൻ്റെ ശരീരം തണുപ്പിക്കാനാണ്. ആനകളുടെ ശരീരം വളരെ വലുതാണെങ്കിലും ശ്വേതഗ്രന്ഥികൾ കുറവാണ്. അതിനാൽ ചൂടിൽ നിന്ന് രക്ഷ നേടാനും ശരീര താപനില നിലനിർത്താനും മണ്ണ് ഒരു കൂളൻ്റായി പ്രവർത്തിക്കുന്നു. പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷണം കിട്ടാനും ഇത് നല്ലതാണെന്ന് പറയുന്നത്. കഠിനമായ വെയിലേൽക്കുമ്പോൾ ആനകളുടെ ചർമ്മം പൊള്ളാതിരിക്കാൻ മണ്ണ് ഒരു സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കത്രേ. പിന്നെ പ്രാണികളെ അകറ്റാനും ഇവർ മണ്ണ് തന്നെയാണ് അത്ര ഉപയോഗിക്കുന്നത്. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികൾ കടിക്കുന്നത് ഒഴിവാക്കാൻ മണ്ണും ചെളിയും ശരീരത്തിൽ ഇവർ ഒരു കവചം പോലെ ഉപയോഗിക്കുന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഇതിനു മുമ്പ് കണ്ട ദൃശ്യത്തിൽ ഒരു വീടിൻ്റെ ബാക്കും ഒരു വീടിൻ്റെ ഫ്രണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആന നിൽക്കുന്നത് എവിടെയാണെന്ന് കാണുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. ശരിക്കും നമുക്കിതിനെ കാണുമ്പോൾ ഒരു വിനോദവും കൗതുകമൊക്കെ ആണെങ്കിലും ആന ഒരു വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് തന്നെ എന്താ ഇത് ചെയ്യാമെന്ന് അറിയില്ലല്ലോ. സംഗതി ഇതുവരെയ്ക്ക് ഇത് ആന ആരും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റിയും ഭയമൊക്കെ തോന്നും. ഞാൻ ആർക്കും ഒരു ശല്യമാവില്ല എന്നുള്ള രീതിയിലാണ് കൊമ്പൻ്റെ മട്ടും ഭാവമൊക്കെ പറയാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില്ലിക്കൊമ്പൻ നടന്നു വരുന്ന വഴിയിൽ കുറച്ച് പന്നിക്കുട്ടന്മാരെ കണ്ടു. അപ്പോൾ ആള് വിറ്റങ്ങളൊന്ന് നോക്കി കുറച്ച് നേരം. ഇവിടുന്ന് പോകാനുള്ള പരിപാടി ഇല്ല. അപ്പോൾ ആൾ പിന്നെയും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കി അവരെയൊക്കെ അവിടെ നിന്ന് ഓടിപ്പിച്ച് വിട്ടതിന് ശേഷമാണ് ആൾ അതിൻ്റെ നടത്തം തുടങ്ങിയത്. ചില്ലിക്കൊമ്പൻ അവിടുത്തെ സ്ഥിരവാസിയാണെങ്കിലും നമുക്ക് ഇതിനെങ്ങനെ എപ്പോഴൊന്നും അവിടെ കാണാൻ കിട്ടില്ല. എൻ്റെ ഒരു 10-14 വർഷത്തെ നെല്ലിയാമ്പതി യാത്രയിൽ ഒരു 6-7 തവണ മാത്രമാണ് നമ്മൾ ചില്ലിക്കൊമ്പനെ ഒന്ന് കണ്ടിട്ടുള്ളത്. മുമ്പൊക്കെ ചില്ലിക്കൊമ്പനെ കാണുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഞങ്ങളൊക്കെ റോട്ടിൽ നിന്ന് തന്നെ കാറിലൊക്കെ ഒന്ന് ഇരുന്ന് വീഡിയോ എടുത്ത് പോന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചില്ലിക്കൊമ്പനെ കാണാനായിട്ട് ധാരാളം ആൾക്കാരാണ്. എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് ഇതിനെ കാണാൻ കിട്ടിയത് മഹാഭാഗ്യമായിട്ട് കരുതാണ്. ഇനി വരുന്ന ദൃശ്യം വേഴാമ്പലുകളാണ്. ഇപ്പോൾ നെല്ലിയാമ്പതിയിൽ വേഴാമ്പലുകൾ കൂടിനകത്ത് ഇരിക്കുന്ന സമയമാണ്. വേഴാമ്പലിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയണ കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. വേഴാമ്പലിൻ്റെ അതായത് പെൺവേഴാമ്പൽ കൂട്ടിൽ 60 ദിവസത്തിൽ കൂടുതൽ അടയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആൺവേഴാമ്പലാണ് ഇതിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട് പൊളിച്ച് ഇതിൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് കൂട്ടിലിരിക്കുമ്പോൾ ഇതിന് പഴങ്ങളൊക്കെയാണ് കൊടുന്നു കൊടുക്കുക. പിന്നെ കുഞ്ഞ് ഉണ്ടാവണ സമയത്താണ് ഇതിന് പാമ്പും അതേപോലെ ഇതിൻ്റെ പക്ഷികളുടെ കുഞ്ഞുങ്ങളും എന്ന് വേണ്ട പുഴുക്കൾ എല്ലാ സാധനങ്ങളും ഈ ആൺവേഴാമ്പൽ തേടിപ്പിടിച്ച് കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കുറേ സമയത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്.
ആദ്യം ആദ്യത്തെ വട്ടം തന്നെ നമ്മൾ പോയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിന് കായ കൊടുക്കുന്നതാണ്. അത് ഇനി വരുന്ന വിഷ്വൽസിലാണ് കായ കൊടുക്കുന്നുള്ളത്. ഇത് ഇപ്പോൾ നമ്മളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ചിലരെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് വേഴാമ്പൽ പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആണെന്നാണ്. എന്നാൽ ഇത് പാമ്പും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഭക്ഷിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതും അതൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എത്രയെത്ര കഥകളാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ച് പറയാനുള്ളത് എന്നറിയാമോ? എന്തായാലും വേഴാമ്പലിനെ കുറിച്ചിട്ടുള്ള കഥ ഞാൻ ഇനിയൊരു അവസരത്തിൽ വിശദമായി പറയുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് കുറച്ച് വേറെ ടൈപ്പ് പക്ഷികളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ ചെറിയ പക്ഷികളെയൊക്കെ നമ്മൾ വളരെ കുറച്ച് നേരത്തെ ക്ലിപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. കേരളത്തിൽ കാണുന്ന എല്ലാതര വേഴാമ്പലുകളും നെല്ലിയാമ്പതിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ധാരാളം വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രം കാണുന്ന പക്ഷികളുമുണ്ട്. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് സ്മോൾ സൺബേഡാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള തേൻകിളികളുണ്ട്, അതിൻ്റെ കാട്ടിലെ ഒരു വെർഷനാണിത്. ഇത് എൻഡമിക് ടു വെസ്റ്റേൺ ഗാർഡ്സാണ്. എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രം കാണപ്പെടുന്ന കിളിയാണ്. ഇതിനെ കണ്ടു കിട്ടാനും ഇതിൻ്റെ വീഡിയോയും ഫോട്ടോ എടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് വളരെ ചെറുതാണ്. ഇതൊന്നും മര്യാദയ്ക്ക് ഇരിക്കൂല. ഈ കാണുന്നത് തത്തച്ചിഹ്നനാണ്. ഹാങ്ങിങ് പാരറ്റ് എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര്. ഇതിൻ്റെ ശബ്ദം അവിടെ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ വളരെ അകലെയായിരുന്നു. ഇത് ഒത്തിരി അകലെയുള്ള വീഡിയോ ആണ്. ഇത് നമ്മുടെ ഹൂപ്പാണ്. യൂറേഷ്യൻ ഹൂപ്പ് എന്ന് പറയും. മലയാളത്തിലുള്ള പേര് ഉപ്പൂപ്പൻ എന്നാണ്. ദേശാടനക്കിളിയായിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂട് വെച്ച് കഴിയുന്നു. ഇതാണ് ഓറഞ്ച് മിനുവറ്റ്. തീക്കുരുവി എന്നാണ് മലയാളത്തിലുള്ള പേര്. കാടിൻ്റെ ശബ്ദം കേട്ടാ ഇത് ഉണ്ടാക്കുന്നത് ചെറിയ ചീവീടുകളാണ് കേട്ടോ. ഈ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ പക്ഷീനെയൊക്കെ നമ്മൾ കുറേ തവണ നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് സാധാരണയായിട്ട് നെല്ലിയാമ്പതിയിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. ക്രിംസൺ ത്രോട്ടഡ് ബാർബറ്റ് അഥവാ മലബാർ ബാർബറ്റ് എന്നാണ് ഈ വീഡിയോയിൽ കാണുന്ന കിളിയുടെ പേര്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് ആൽക്കിളി എന്നാണ്. ഇതിനെ എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഒരു നീല കളർ കാണാം. ഇവനൊരു അപരനുണ്ട്, ചെമ്പുകൊട്ടി എന്നാണ് പേര്. ഇവ രണ്ടും കാഴ്ചയിൽ ഏകദേശം ഒരേപോലെ ഇരിക്കും. നമ്മുടെ നാട്ടിൽ ഇവൻ്റെ വർഗത്തിൽപ്പെട്ട ഒരാളുണ്ട്, അവൻ്റെ പേര് ചിന്ന കുട്ടുടവൻ എന്നാണ്. ചെറുതായി മുഖമൊന്ന് കാണിച്ച് പറന്നു പോയത് ഗൗളിക്കിളിയാണ്. വെൽവെറ്റ് ഫൗണ്ടഡ് നറ്റാഷ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. ഇത് നമ്മുടെ ഇരട്ടത്തലച്ചി. ഇതിനെ ഈ പൂവിൻ്റെ അവിടെ കണ്ടപ്പോൾ നമ്മൾ എടുത്തതാണ്. പിന്നെ നമുക്ക് വേറൊരു ആനേനും കൂടി കിട്ടിയിട്ടാണ്. ഇത് ഇച്ചിരി അകലെയാണ്. ഇതിൻ്റെ പേര് ഒന്നും അറിയില്ല. ഇതിനെ കണ്ടപ്പോൾ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഈ ആനയ്ക്ക് പുറമെ നമ്മൾ കാട്ടുപോത്തിനെയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്തിരി ഇരുട്ടായ സമയത്താണ് കിട്ടിയത്. ഒരു 3-4 ഉണ്ടായിരുന്നു. കുറച്ച് അകലെയായിരുന്നു. എന്നാലും ഇതിൻ്റെ ഒരു ദൃശ്യഭംഗി കണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ തേൻ കൊതിച്ചി പെരുന്താണ്. ഹണി ബുസാഡ് എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര്. ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് അകലെയാണ്. എന്നാലും ഇതിനങ്ങനെ പൊതുവായി കാണാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഈ പക്ഷിയുടെ പേര് ചെന്തലയൻ വേലിത്തത്ത എന്നാണ്. ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീ ഈറ്റർ എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര്. ഇതിനെ പൊതുവായിട്ട് അങ്ങനെ കാണാൻ കിട്ടുന്ന പക്ഷിയൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് മാത്രമാണ് ഇവരെ കിട്ടുക. നമ്മുടെ നാട്ടിലുള്ള വേറെയും കുറച്ച് ബീറ്റേഴ്സ് ഉണ്ട്, അവരെ സാധാരണ കിട്ടുന്നതാണ്. ഇതിനെ സാധാരണ കിട്ടുന്നതല്ല. മഞ്ഞച്ചിഹ്നനും മണികണ്ഠനും
സാധാരണയായിട്ട് നെല്ലിയാമ്പതി പോലെയുള്ള കാടുകളിൽ പൊതുവായി കാണപ്പെടുന്ന ബുൾബുൾ വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളാണ്. ഇവയെ നമുക്ക് എപ്പോൾ പോയാലും നെല്ലിയാമ്പതിയിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മലയണ്ണാനാണ്. ഇതിനെയും പൊതുവായിട്ട് നെല്ലിയാമ്പതിയിൽ നമുക്ക് എപ്പോൾ പോയാലും കിട്ടുന്നതാണ്. ഇത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ആദ്യത്തെ കാഴ്ചയായിരുന്നു ഈ മലയണ്ണാൻ. ഇത് ഫെയറി ബ്ലൂ ബേർഡ് എന്ന് പറയുന്ന പക്ഷിയാണ്. ഇതിനെ നമുക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് സാധാരണ കാണുന്ന പക്ഷി തന്നെയാണ്, പക്ഷേ അകലേക്കാണ് പൊതുവായിട്ട് ഇതിനെ നെല്ലിയാമ്പതിയിൽ നമുക്ക് കാണാറ്. ഇതിപ്പോൾ കുറച്ച് അടുത്ത് കിട്ടിയിട്ടുണ്ട്, അത് കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. സാധാരണ മരത്തിൻ്റെ മുകളിലൊക്കെ കൂട്ടമായി കാണുന്ന ഈ നീലഗിരി ലാംഗൂർ അഥവാ കരിങ്കുരങ്ങ് റോഡ് സൈഡിൽ തന്നെ പാറപ്പുറത്തിരുന്ന് എന്തോ കാര്യമായിട്ട് കഴിക്കേണ്ട മൂപ്പര്. സാധാരണ മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടി രക്ഷപ്പെടുന്ന ആളാണ്. പക്ഷേ ഇതിപ്പോൾ എന്താണാവോ, നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ സമയം തന്ന ആൾ ഇത്തിരി അകലെന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇരുട്ടായിരുന്നു, നമ്മൾ മടങ്ങി വരുന്ന സമയത്താണ്. എന്നാലും തരക്കാടില്ലാണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് സഹായിക്കണമെന്ന്